അത് നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കാനുണ്ട് വടുക്. ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ കാട്ടിലൂടെ ഒരു യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. ചൊവ്വാഴ്ച രാത്രിയിലും പകലും ഒക്കെ ആയിട്ട് ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നേ. വലിയ മഴയൊന്നുമില്ല, എന്നാൽ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചീര തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചീര പറിക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ ഈ ചീര ഞാനൊരു 3-4 ദിവസമൊക്കെ കൂടുമ്പം തോരനോ കറിക്കോ ഒക്കെ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുവേ. അത് കഴിഞ്ഞ് പിന്നെ അത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് മുറിച്ചെടുക്കാനുണ്ടാവും. നമുക്ക് അധികം നോട്ടവും പരിചരണവും ഒന്നും ഈ ചീരയ്ക്ക് വേണ്ടല്ലോ. വല്ലപ്പോഴും ഒക്കെ ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കണം, പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഉണക്കമുള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. നനവുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നല്ലപോലെ ചീരയൊക്കെ ഉണ്ടാവുമേ. ചേട്ടായിക്ക് ചീര ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ പല ഭാഗത്തായിട്ട് ചേട്ടായി ചീര നട്ടിട്ടുണ്ട്. എന്നാലും ഒരു മൂട് ചീര തന്നെയായിരിക്കും ഞാൻ മിക്കവാറും പറിക്കുന്നത് കേട്ടോ. അത് മതിയാവും, നമുക്കൊരു കറിക്ക് കിട്ടും. ഇന്നിപ്പോൾ രാവിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പാലപ്പം കേട്ടോ ഉണ്ടാക്കുന്നത്. പാലപ്പത്തിന് കറി ഗ്രീൻ പീസാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറി വെക്കുക കേട്ടോ. ഞാൻ കുക്കറിൽ ആണ് വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് പിന്നെ 2 വറ്റൽമുളകും ഒക്കെ മുറിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളക് എരിവിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കണം. പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ ആ കുഞ്ഞി തക്കാളി ഉണ്ടല്ലോ, മണിത്തക്കാളി എന്ന് പറയല്ലേ, അതാട്ടോ ചേർത്ത് കൊടുത്തേ. അത് കഴിഞ്ഞ് പിന്നെ ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ കപ്പിൽ. വെള്ളവും ഗ്രീൻ പീസും എല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ കറിയിലേക്ക് വേണ്ടത്ര ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഗ്രീൻ പീസൊക്കെ വേവിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും പെരിഞ്ജീരകവും കൂടെ അരച്ച് ഒഴിച്ചു. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് കറിയിൽ ചേർക്കണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇത്. നമ്മൾ ഒരുപാട് എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ അതൊക്കെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയല്ലോ, അന്നേരം ചേർത്ത എണ്ണയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ചെറിയ ഉള്ളിന്ന് മൂപ്പിച്ച് ചേർത്തില്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വല്യമ്മച്ചി കുറച്ച് അരിയൊക്കെ പാറ്റാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അരിയിൽ പിന്നെ ഇങ്ങനെ കറുത്ത അരിയും കുറച്ച് ചെള്ളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുമ്പോഴേ അങ്ങനെ കുറച്ച് ചെള്ളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാറ്റി പറക്കി വെച്ചിട്ട് കായത്തിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, അതൊക്കെ ഇട്ടങ്ങ് വെക്കും. അന്നേരം പിന്നെ അഴുക്കൊന്നും ആവാതിരിക്കും. മഴ തോർന്നു നിന്ന സമയത്ത് അക്കു പോയി മിറ്റമൊക്കെ അടിച്ചു വാരി. കുറച്ച് ഇലയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കാറ്റടിക്കുമ്പം നല്ലപോലെ ഇലയൊക്കെ ഉണ്ടാവും മുറ്റത്ത്. അതുകൊണ്ട് മഴ തോർന്നപ്പോൾ വേഗം പോയി മുറ്റമൊക്കെ അടിച്ചു വാരി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. മോരുകറിയും പുളിങ്കറിയും ഉണ്ടായിരുന്നു. ഞാൻ മോരുകറി കുറച്ചേ എടുത്തുള്ളൂ, പുളിങ്കറി ഉള്ളത് കൊണ്ട്. പിന്നെ മീൻപീരയും ചീരത്തോരനും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. വല്യമ്മച്ചിയും മോളും കൂടി ഇവിടെ വാതിക്കലിരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അക്കു പാല് മേടിക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ടില്ല. അക്കു പാല് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ചായയൊക്കെ വെച്ചപ്പോഴത്തേക്ക് ചേട്ടായും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വടക്കനാട് വരെ ഒന്ന് പോകാൻ വേണ്ടി ഇരിക്കുക. അതുകൊണ്ട് പണിയൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയൊക്കെ ഇരിക്കുക കേട്ടോ.
ചേട്ടായി വൈകുന്നേരം ചിലപ്പം നേരത്തെ വരും, ചിലപ്പം ഒന്ന് ഇരുട്ടായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നേരത്തെ വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള എവിടെയെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മുടെ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ ഈ കാട്. അപ്പം നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെയൊക്കെ പോയി ഒന്ന് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോരുക. കുറേ മാൻകൂട്ടം ഉണ്ടാവും കേട്ടോ എപ്പോൾ പോയാലും. അപ്പോൾ അതിനെയൊക്കെ കണ്ടു. വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. പിന്നെ ബസ്സൊക്കെ പോകുന്ന റോഡാണ് ഇത്. ഇവിടെ ആനയൊക്കെ ഉണ്ട്, പക്ഷെ പകൽ സമയത്ത് അങ്ങനെ റോഡിലൊന്നും വന്ന് നിൽക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവും. പിന്നെ കൂടുതലും രാത്രിയിലൊക്കെ റോഡിലുണ്ടാവും ആന. നമ്മൾ താമസിക്കുന്ന പ്രദേശമായതുകൊണ്ട് നമുക്ക് നല്ലപോലെ അറിയുന്ന ചുറ്റുപാടായതുകൊണ്ടും നമുക്കങ്ങനെ ഒരു പേടിയൊന്നുമില്ല കേട്ടോ ഇവിടെ കൂടെ അങ്ങനെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പല സ്ഥലത്തും പശുവിനെയൊക്കെ തീറ്റിച്ചുകൊണ്ടൊക്കെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. വലിയ കൊമ്പൊക്കെ ആയിട്ട്. ആ, എന്നെ നോക്കുന്നുണ്ട്. അവിടെ വഴിയിലെല്ലാം കണ്ടോമേ, കുറേ ഉണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ട്. മാന് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ? ഈ ഒരു കുളവും അതിൻ്റെ ചുറ്റുപാടും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കാട്ടുമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വേണ്ടി വരുന്നതാ. നല്ല പച്ചപ്പാട്ടോ ഇവിടെ. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി കേട്ടോ. ഇവിടെ കുറേ വീടുകളുണ്ട്, കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. കോഴിയും പശുവും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെയുള്ള വീടുകളിൽ. അപ്പം ഇവിടെ ഈ കാണുന്ന ഗ്രൗണ്ട് പോലത്തെയുള്ള സ്ഥലമില്ലേ, അവിടെ രാത്രിയാകുമ്പോൾ കുറേ മാനുകളൊക്കെ ഒന്ന് ഇങ്ങനെ നിരന്ന് കിടക്കും. ആനയൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ ആ വീട്ടിലെ ചേച്ചി പറഞ്ഞത്. ഞാനിവിടെ ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴേ ആ വീട്ടിലെ ചേച്ചിയെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ രാത്രിയാകുമ്പോൾ ഇങ്ങനെ കുറേ മാനും ഒക്കെ വരും, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചോദിച്ചായിരുന്നു ചേച്ചിയോട് പേടിയില്ലേന്നൊക്കെ. പേടിച്ചാൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നതെന്ന് കേട്ടോ എന്നോട് ചോദിച്ച ചേച്ചി. നമുക്ക് കാണുമ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നുമെങ്കിലും അവർ ഈ ഒരു സാഹചര്യവും ജീവിതമൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടങ്ങ് ജീവിക്കുക കേട്ടോ. നമ്മളും ഈ കാടിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ കാടുള്ള സ്ഥലത്തും കാടില്ലാത്ത സ്ഥലത്തും ഒക്കെ വന്യമൃഗങ്ങളുണ്ട് കേട്ടോ വയനാട്ടിൽ. പിന്നെ എല്ലാ സാഹചര്യങ്ങളുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് ജീവിക്കുക. ഇവരൊക്കെ പിന്നെ കാടിൻ്റെ അതിർത്തി പങ്കിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഇതുവരെ അങ്ങനെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഒരു ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും പറയാനൊന്നും പറ്റത്തില്ല ഭാവിയിൽ എന്താവുമെന്നൊക്കെ. അവിടെ കുറേ മാനുകളുണ്ട്. ഇതുണ്ട് ഇവിടെ കൂട്ടമായിട്ട് മേയുന്നുണ്ട്. അതാ ഇങ്ങോട്ട് ഈ അമ്മച്ചി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ കാട്ടീന്നേ ഇറങ്ങി വരുന്നുണ്ടോ? എല്ലാവരും ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്തുമാത്രം ആൾക്കാരാണെന്നറിയോ. ഞാനിവിടെ നിന്നുകൊണ്ട് 21 എണ്ണത്തിന് ഇപ്പോൾ എണ്ണി. വേറെ ആ കാട്ടിനുള്ളിൽ ഉണ്ടെന്ന് തോന്നുന്നു.
ഒരു കുഞ്ഞുണ്ട് അതിന് ആ കൂട്ട ഇറങ്ങി വരുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു കുഞ്ഞുണ്ട്. ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ളതായതുകൊണ്ട് കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു കീരി ഓടുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ? കണ്ടു. വലിയ കൊമ്പുള്ള ഒരെണ്ണം അതാ വരുന്നു. ആട്ടുംകുഞ്ഞുങ്ങളും പശുക്കിടാവും ഒക്കെ ഓടുന്ന പോലെ മാൻകുഞ്ഞുങ്ങൾ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി നേരിട്ട്. പക്ഷേ ഫോണിൽ നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയറായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം പിള്ളേർക്ക് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. അമ്മച്ചിക്ക് കുറച്ച് നാരങ്ങ വെള്ളം ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ രാത്രിക്കത്തേക്ക് ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. നമ്മുടെ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.